മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കട സാർ, അതുപോലെ തന്നെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായ ജേക്കബ് എബ്രഹാം, പ്രിയ സുഹൃത്തും സഹോദരനുമായ ശ്രീ പ്രദീപ് മാരിയിൽ, ഇവിടെ അജയേട്ടനെ പോലുള്ള എഴുത്തുകാരൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട്. പ്രദീപ് മാഷിൻ്റെ കുടുംബക്കാരൊക്കെ ഏതാണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. മലയാളത്തിൻ്റെ ഒരു പ്രിയ കവി ചൊരിഞ്ഞ വാക്കുകളുടെ ധന്യതയിൽ പ്രഭാപൂരം പരത്തി നിൽക്കുന്ന ഒരു വേദിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു. ശ്രീ പ്രദീപ്, അദ്ദേഹം നാട്ടിലല്ല ജോലി ചെയ്യുന്നത്. നേരത്തെ മുരുക സാറ് പറഞ്ഞതുപോലെ നാടുവിട്ടു പോകുന്ന മലയാളിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഉപ്പുകല്ലിനും ഉരിയരിച്ചോറിനും വേണ്ടി രാജ്യം വിട്ടു പോകുന്ന ഓരോ മലയാളിയും, ലോകത്തെല്ലായിടത്തും പ്രവാസികളുണ്ട്. പ്രിയപ്പെട്ട ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്രയാകുമ്പോൾ അവർക്ക് ചില സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നാട്ടിൻ്റെ എല്ലാ ആത്മാവിനെയും പിഴിഞ്ഞെടുത്ത് സ്വന്തം ഹൃദയത്തിൽ മൺചിത്രത്തായിട്ട് പൂട്ടിവെച്ച് കൊണ്ടുപോകുന്ന സ്വഭാവം മലയാളിക്ക് മാത്രമേ ഉള്ളൂ. മലയാളികളുടെ കൂട്ടത്തിൽ തന്നെ പുഴയുടെയും കായലിൻ്റെയും കടലിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്നവർക്ക് ആ പ്രത്യേകതയുണ്ടാകും. പ്രദീപ് എന്ന് പറയുന്ന ആൾ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഒരാളാണ്, താമസിച്ചിരുന്ന. ഞാനും അതെ. നാട്ടിലെ ഒരു ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ഞാൻ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് കാലമായി താമസിക്കുന്നു. അപ്പോൾ മൈസൂരിലേക്ക് ട്രെയിൻ കയറിയോ ഫ്ലൈറ്റ് കയറിയോ പോകുന്ന പ്രദീപ് എന്ന് പറയുന്ന ആളുടെ സങ്കടം എനിക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പുഴ മത്സ്യമാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പുഴയുടെ ആ വെള്ളാര മണലിൽ നിന്ന് അങ്ങനെ ആകാശത്തേക്ക് പോയി നക്ഷത്രങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് പുഴയിലിറങ്ങുക, മുട്ടറ്റം വെള്ളമാകുമ്പോൾ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോവുക. അങ്ങനെ ഭൂതകാലത്തിൻ്റെ സർഗാത്മകമായ തുടിപ്പുകൾ എന്ന് പറയുന്നത് മുഴുവൻ ഞങ്ങളെ നാട്ടുകാർക്ക്, ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ഭാരതപ്പുഴയുടെ ജീവിതത്തിൻ്റെ മങ്ങാത്ത ഓർമ്മകളാണ്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി, വെള്ളാരം കല്ല്, സാധാരണ കല്ല് കാണുന്നേക്കാൾ എനിക്ക് തോന്നുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ളവരൊക്കെ വെള്ളാരം കല്ലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഉപ്പ് പൊടിയുന്ന ആണോ എന്ന് മണലിനെ ചെറുപ്പത്തിൽ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ വെള്ളാരം കല്ലുകൾ തേടി എടുക്കുന്ന ആ ബാല്യകാലത്തിൻ്റെ ആത്മനിർവൃതിയാണ് ഒരു പക്ഷേ കഥയായി. ഈ കഥയുടെ ഒരു പ്രത്യേകതയുണ്ട്. കഥയല്ല, ഇത് നോവലാണ്. പക്ഷെ ഓരോ അധ്യായവും ഓരോ വെള്ളാരം കല്ലുകൾ പറയുന്ന കഥ. ഒന്നാമത്തെ വെള്ളാരം കല്ല് പറഞ്ഞ കഥ, രണ്ടാമത്തെ വെള്ളാരം കല്ല് പറഞ്ഞ കഥ, അങ്ങനെ 14 വെള്ളാരം കല്ലുകൾ കഥ പറയുന്നു. ഭാരതപ്പുഴ ഒരു കഥ പറയുന്നു, മണൽത്തരികൾ ഒരു കഥ പറയുന്നു, ആഖ്യാതാവ് 2 കഥ പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ 18 അധ്യായങ്ങളിൽ 18 പേർ, അത് കൂടുതലും വെള്ളാരം കല്ലുകളാണ് സംസാരിക്കുന്നത്. കല്ലിനുമുണ്ടൊരു കഥ പറയാം എന്ന നെഹ്റുവിൻ്റെ പാഠഭാഗം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ, അല്ലെങ്കിൽ ഇനി തേടിയെടുക്കാൻ പോകുന്ന കല്ലുകൾ, ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല. ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് അമ്മയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, പക്ഷെ ചെറിയമ്മ ഇവിടെ ഉണ്ട്. അമ്മമാരുടെ ഒരു കഥ കൂടിയാണ് ഈ പുസ്തകം. ജേക്കബ് മാഷ് ഇതിനെ നിരീക്ഷിച്ചത് പെൺമയുടെ പുസ്തകം എന്നാണ്. പെൺമയുടെ പുസ്തകം അപ്പുറത്തേക്ക് അമ്മമാരെ കോർത്തിണക്കിക്കൊണ്ട് ഈ പുസ്തകം, ഓരോ തരം അമ്മമാർ. ഇതിനകത്ത് സോമു എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുടെ കഥ ഉണ്ട്, ഒരു അധ്യായമാണ്. ആ ഓരോ കഥ ഞാൻ പറയുന്നത്, ഈ നോവലിനെ നമുക്ക് ഒറ്റക്കഥയാക്കി തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 10-20 കഥകൾ ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാ കഥകളും തമ്മിൽ ചേർന്ന് പോകുന്ന വളരെ സുഘടിതമായ ഒരു ഘടനയുള്ള, അന്തർധാരയിൽ എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം ബന്ധപ്പെടുന്ന അനിർവചനീയമായ ഒരു അനുഭൂതി നമുക്ക് നൽകുന്ന തരത്തിലാണ് ഈ കഥ. അതിലൊരു കഥയാണ് സോമു എന്ന് പറയുന്ന ഒരു പട്ടിയുടെ കഥ. ആ പട്ടിയെ സ്നേഹിക്കുന്ന അമ്മ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ പട്ടിയെ സ്നേഹിക്കുന്നതിൽ കുട്ടിക്ക് വിരോധമുണ്ട്. അപ്പോൾ ഒടുവിൽ ആ പട്ടി ചത്തുപോയ നേരത്ത് അമ്മയോട് മകൻ ചോദിക്കും, എൻ്റെ മകനാലും മകൾ ചോദിക്കുന്നു, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഇത്രയും വിഷമം കാണിക്കാത്ത അമ്മ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെടുന്നത് ചോദിക്കുമ്പോൾ അമ്മയുടെ ഒരു മറുപടി ഉണ്ട്, എടാ ഈ പട്ടി ഒരു പെണ്ണായിരുന്നു എന്ന് പറഞ്ഞ അത്രേ പറയുന്നുള്ളൂ. ബാല്യകാല സഖിയിൽ കുരു പൊട്ടി എന്ന് പറഞ്ഞ് ബഷീർ നിർത്തുന്നത് പോലെ
ആ പട്ടി ഒരു പെണ്ണായിരുന്നു എന്ന് പറഞ്ഞ അർദ്ധോക്തിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കരയാനും പെണ്ണുങ്ങളെ ഇത്രയും ചേർത്ത് പിടിക്കാനും മറ്റൊരു പെണ്ണിനല്ലാതെ ഒരമ്മക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്നുള്ളൊരു ചോദ്യം നിലനിർത്തിക്കൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഞാൻ ഈ വേദിയിലിരിക്കുന്നവരൊക്കെ അധ്യാപകരാണ്, ഞാൻ ഒരു അധ്യാപകനാണ്. സ്ഥിരപ്പെടാത്ത അധ്യാപകന്റെ വിഷമം ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇത്ര ദൃഢമായി ആരും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രദീപ് മാഷി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ജോലിയുടെ മുന്നേ അദ്ദേഹം അധ്യാപകനായി നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്ഥിരപ്പെടാത്ത അധ്യാപകർ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ. അവർ യഥാർത്ഥ സ്കൂളിലാണ് പോവുക, ഒരു എയ്ഡഡ് സ്കൂളിൽ അവർ പോകും, പക്ഷേ അവർക്ക് ശമ്പളമില്ല. മാനേജർ കൊടുക്കുന്ന 2000 തൊട്ട് 3000 വരെയുള്ള ഒരു തുകയാണ് അവർക്ക് കിട്ടുക. അപ്പോൾ വീട്ടിൽ ഭാര്യയും മക്കളും അറിയാതെ രാത്രിയിൽ മറ്റു ജോലിക്ക് പോകേണ്ടി വരുന്ന നിസ്സഹായനായ ആ അധ്യാപകന്റെ കഥ, അത് കരളരിക്കുന്ന ഒരു കഥ. ഞാൻ നിങ്ങൾ വായിക്കാനുള്ളത് കൊണ്ട് അതിന്റെ സസ്പെൻസ് പൊളിക്കണ്ട എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള അതിവൈകാരികമായ ഹൃദയമൊരുക്കുന്ന അനുഭവങ്ങളെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ ഓർക്കുമ്പോൾ ഓർക്കാതിരിക്കാൻ ഓർക്കുകയും ഓർക്കാതിരിക്കുമ്പോൾ അറിയാതെ ഓർത്തുപോവുകയും ചെയ്യുന്ന നിരവധി ഓർമ്മകളാൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ പുസ്തകം. ഓർമ്മയുടെ മതിൽ പൊളിച്ചു എന്നും ഓർമ്മയുടെ മഴ പെയ്തു എന്നും ഓർമ്മയുടെ നക്ഷത്രങ്ങളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ എന്നുള്ളത് മറ്റൊരു കഥാപാത്രമാവുകയാണ്. എല്ലാ അധ്യായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നിള. നിളാതീരത്തെന്നും നിളയെ കാത്തിരിക്കുമ്പോൾ നിള നമുക്ക് ഓതിത്തരുന്ന നിരവധി കഥകളുണ്ട്. അത് നിളാതീരത്തിരിക്കുന്നവർക്കേ അറിയൂ. അത്തരം കഥകളെയാണ് ഈ വെള്ളാരം കല്ലുകളെ കൂട്ടുപിടിച്ച് ശ്രീ പ്രദീപ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് എന്നെനിക്ക് തോന്നുന്നു. പ്രണയം, എന്താ പറയുക, മനസ്സിന്റെ കാതിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് സിനിമാ പാട്ട് കേട്ടതുപോലെ പരസ്പരം ഹൃദയം വെച്ച് സ്നേഹിക്കുന്ന നിരവധി പ്രണയികളെ ഈ പുസ്തകത്തിൽ കാണാം. മീര എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട്. മീരയേക്കാൾ പ്രണയത്തിന്റെ സിമ്പൽ, പ്രണയത്തിന്റെ പ്രതീകം മറ്റെന്തുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിനു മുമ്പ് ഇവിടെ നടന്ന പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി വളരെ ബഹുമാന്യമായ വ്യക്തി സംസാരിക്കുമ്പോൾ ഇതൊരു കെട്ടകാലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കെട്ടകാലമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ എൻ്റെ അടുത്ത് നിന്ന സുഹൃത്തിനോട് പറഞ്ഞു. ഇത് വളരെ പ്രത്യാശാഭരിതമായ എന്താ പറയുക, പുള്ളി ചില കള്ളത്തരങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മറുപടി എന്നുള്ള നിലക്കല്ല, പക്ഷേ ഒന്നും നശിച്ചു പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ സന്തോഷവും പുതിയ ഭാവിയുടെ തെളിവാർന്ന സൂര്യപ്രകാശവും എന്ന് പുനലൂർ ബാലമാഷയുടെ ഒരു കവിതയുണ്ട്. പുതിയ ഭാവിയുടെ തെളിവാർന്ന സൂര്യപ്രകാശം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന കാട്ടുകള്ളന്മാരെയൊക്കെ അർദ്ധരാത്രിക്ക് പോയി പിടിക്കുന്ന പോലീസുള്ള നാട്ടിൽ നമുക്ക് ഇതൊരു കെട്ടകാലമാണെന്നൊന്നും പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കാലം വളരെ പ്രതീക്ഷയുടെ, എന്നും കൊതിക്കലാണ്, എന്നും ഭജിക്കലാണ്, എന്നും പ്രതീക്ഷിക്കലാണ് സൗഖ്യമെന്ന് കവി പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയുടെ മനസ്സ് വാടാതെ സൂക്ഷിക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ, ഇങ്ങനെ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഓരോ ദിവസവും ഇവിടെ വെളിപ്പെട്ടു വരുന്നു, വായനയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കപ്പെടുന്നു. ഇവിടെ സമയത്തിന്റെ പരിമിതിയുണ്ട്, ഞാൻ അതിലേക്ക് നോക്കിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ 1 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. ഏതായാലും പുസ്തകം എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് പോലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നതും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഹൃദയഹാരിയായ, പരസ്പരം സംവദിക്കുന്ന, കാലാതീതമായ ഒരു മിസ്ഡ് കോൾ എന്ന് പറയുന്ന ഒരു അധ്യായം ഇതിനകത്തൊരു വെള്ളാരക്കല്ല് പറയുന്നുണ്ട്. പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന കാലാതിവർത്തിയായ എന്നാൽ വർത്തമാനകാലാസ്പദമായ ഒരു പുസ്തകമാണ് ഇത്. കമ്പ്യൂട്ടറിന്റെ കാലമാണ്. കമ്പ്യൂട്ടറിൽ കഥ എഴുതുന്നു, കമ്പ്യൂട്ടറിൽ ഇടപെടുന്നു, കമ്പ്യൂട്ടറിൽ എല്ലാം വിവര സാങ്കേതിക വിദ്യയുടെ കുത്തൊഴുക്കിന്റെ ഒരു ലോകമാണ്. പക്ഷെ മനുഷ്യന്റെ കണ്ണീര് തുടയ്ക്കാൻ കമ്പ്യൂട്ടറിന് കൈമുളയ്ക്കുന്ന കാലം വരെ നിലനിന്നു പോകാവുന്ന തരത്തിലുള്ള ഒരു സാഹിത്യ സൃഷ്ടിയാണ് എൻ്റെ പ്രിയ സുഹൃത്തിന്റെ വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി. സമയപരിമിതി മൂലം ഇതിന്റെ അലകും മൂലയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി പോകാനേ കഴിയൂ. എന്തായാലും നിങ്ങളുടെ വായനാമുറിയിൽ നിർബന്ധമായി ഉണ്ടാകേണ്ടതും നിങ്ങൾ ഓരോരുത്തരും എടുത്ത് വായിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന നിങ്ങളുടെ വീട്ടു ലൈബ്രറിയിൽ ഉണ്ടാകേണ്ട ഒന്നാണ് ഈ പുസ്തകം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രിയ സുഹൃത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.